നമസ്കാരം. നമസ്കാരം. അതെ, അളിയിലെ കല്യാണം നടക്കണേ. ഒരു ക്യാമറമാൻ ഇങ്ങോട്ട് വന്നായിരുന്ന? നമ്മുടെ ഈ കല്യാണത്തിന് ഫോട്ടോ എടുക്കുന്ന ഒരു ഭക്ഷണനാ, അവൻ ഇങ്ങോട്ട് വന്നായിരുന്ന? ഞങ്ങളൊക്കെ മാവേലിക്കരക്കാരാ കേട്ടോ. ഊണ് കഴിക്കാതെ വന്നിരിക്കുന്നേ. അടുത്ത മന്തിക്ക് പോയി കഴിച്ചോളാം. അയ്യോ, ഇത് 2 പ്രാവശ്യം കയറി കഴിച്ചില്ല. ഞാൻ വിളമ്പി തന്നല്ലേ. എന്റെ ഭാര്യയുടെ അനിയത്തിയുടെ കല്യാണമാ. അപ്പൊ എന്റെ ഭാര്യയുടെ ആങ്ങളയുടെ. എനിക്ക് ടെൻഷൻ കാരണം വേറൊന്നുമല്ല, എൻ്റെ ഒരു മാമച്ചാരുണ്ട്. അപ്പൊ ഈ മാമച്ചാരൊക്കെ ഈ ചെറുക്കൻ കാണിച്ച ഭക്ഷണത്തിന് ഞാൻ പറഞ്ഞാലേ അയാൾ കോംപ്രമൈസ് ആയിക്കളെ. ഒരു ശാന്ത ശീലന അയാള്. ഞാൻ അങ്ങനല്ല, അവനെ ഒതുക്കത്തിൽ ഈ ഓഡിറ്റോറിയത്തിന് പുറകെ കൊണ്ടുവന്ന് 2 ഇടി കൊടുത്തിട്ട് വിടത്ത. അല്ല ഇടി കൊടുക്കണം. കാര്യം അവിടെ ഒരുപാട് ആൾക്കാരുടെ ഫോട്ടോ എടുക്കാനുണ്ട് അവന്. പക്ഷെ അവൻ എൻ്റെ ഭാര്യയുടെ അനിയത്തിയുടെ ഫോട്ടോ തന്നെ എടുത്തുകൊണ്ട് നടക്കുക. കണ്ടത്തിൽ പോയി നിൽക്കുന്ന ഞാൻ കണ്ട്, ചെടിയിൽ ഇടക്ക് പോയി നിൽക്കുന്ന ഞാൻ കണ്ട്. അത് ശരിയായ നടപടിയാണോ? അപ്പുറത്തൊരു ചെടി കിടന്നേരം കണ്ടായിരുന്നു. അവന് കൃത്യമായിട്ട് കിട്ടുന്നില്ല. ചെടിയല്ല അവന്റെ ഉദ്ദേശം. നോക്കട്ടെ, ആണോ എന്തായാലും. എന്റെ മാമനെ അറിഞ്ഞ മാമനെ നിങ്ങൾക്ക് അറിയത്തില്ല. മാമൻ വന്നു കഴിഞ്ഞാൽ സമാധാനം. എന്താണ് കാണിക്കുന്നത്? ഞാൻ വിചാരിച്ചു നിന്റെ കണ്ണ് ആ ക്യാമറ കുരുങ്ങിയെന്ന്. അമാതിരി കാണിയിലാണോ കാണിക്കുന്നത്? എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് നീ? ഞാൻ ഫോട്ടോ എടുക്കുവായിരുന്നു സുഹൃത്തെ. ഇത് കണ്ടില്ലേ? ഇത് വെച്ചാണ് നീ ഫോട്ടോ എടുക്കുന്നത്? ഇത് വെച്ച് ഞാൻ ഓടക്കോയിൽ വായിച്ചോണ്ടിരിക്കണോ? ഇടിച്ച് ഞാൻ ശരിപ്പെടുത്തികളെ കേട്ടോ. എന്ത് കാര്യത്തിന്? എന്ത് ഭക്ഷണത്തോടെ കാണിക്കുന്നത്? ഞാൻ എന്ത് ഭക്ഷണം? പെണ്ണുങ്ങൾ ഇടക്കിടന്ന് വിറങ്ങുന്നുണ്ടായിരുന്നില്ല. എന്റെ ദൈവമേ, അതെന്റെ തൊഴിലാണ്. ആ ഞരമ്പ് രോഗം ആദ്യമായിട്ട് കാണുക. ഞരമ്പ് രോഗം തൊഴിലാക്കി വെച്ചവനെ ആദ്യമായിട്ട് കാണുക. തോന്നിയാസം പറയരുത്. നിന്നെ പോലെ ക്യാമറമാൻ അവിടെ ഉണ്ടല്ലോ. അവരത്തെ മര്യാദക്കാണ് ഫോട്ടോ എടുക്കുന്നത്. നിങ്ങളെ മോശം വർത്താനാണ് പറയുന്നത്. എനിക്ക് മെമ്പർഷിപ്പ് ഒക്കെ ഉള്ളതാണ്. നിനക്ക് മെമ്പർഷിപ്പ് ഉള്ളതാ. ഇപ്പൊ നിന്റെ മെമ്പർഷിപ്പ് കട്ടായില്ലേ? നിങ്ങൾക്ക് എന്നെ പറ്റി അറിയത്തില്ല. എടാ, നീ മാളുവിന്റെ ഫോട്ടോ എടുത്തില്ലടാ. എന്റെ ഭാര്യയുടെ അനിയത്തി മാളുവിന്റെ ഫോട്ടോ എടുത്തില്ലടാ. മാളു? ഈ മാളു എന്ന് പറയുമ്പം ഒരു വട്ടമുഖമുള്ള മാളു, തലേ ചന്ദനം തൊട്ടിട്ട് മുല്ലപ്പൂ ഇത്രയും ചൂടിയിട്ട് ഒരു ബൗബും കളർ ഡ്രസ്, ഫോൺ നമ്പർ 8606911613. ഞാൻ കണ്ടിട്ട് പോലും ഇല്ല ഈ മാളുവിനെ. നിന്റെ പേരെന്താ? ടോണി. ടോണി നല്ല തന്നെ വിളിക്കണ്ടേ? സ്കാനർ ടോണി. അമ്മാതിരി സ്കാനിങ് ഞാൻ നടത്തുന്നത്. നീ എവിടെന്നാണ് ഈ ക്യാമറ പഠിച്ചത്? ഈ ക്യാമറ ജോലി പഠിച്ച എവിടെന്നാ? ക്യാമറ പണി എവിടുന്നാ പഠിച്ചതെന്നോ? അതെന്റെ മുത്തച്ഛനാണ് എന്നെ പഠിപ്പിച്ചത്. എന്റെ മുത്തച്ഛൻ വലിയൊരു വൈൽഡ് ഫോട്ടോഗ്രാഫർ ആയിരുന്നു. ഒരു ദിവസം നല്ല ഇടിവെട്ടിയുള്ള മഴ പെയ്തോണ്ടിരിക്കുക. പുള്ളിക്കൊരാശ. ഇടിമിന്നലിന്റെ വെട്ടമുള്ള സമയത്ത് പാമ്പ് തവളയെ വിഴുങ്ങുന്ന ഫോട്ടോ എടുക്കാൻ വേണ്ടി കണ്ടത്തിലോട്ട് പോയി. എന്നിട്ടെന്നാ തിരിച്ച് ഈ പാമ്പും തവളയും കൂടെ വന്ന് പറയാ, ആണ്ട നിങ്ങളെ മുത്തച്ഛൻ പാടത്ത് ഇടിവെട്ടി കിടപ്പുണ്ടത്. അത്ര മുച്ചതാണ് എന്റെ മുത്തച്ഛൻ. നീ സത്യം പറ, മാളുവിന്റെ ഫോട്ടോ നിർത്തിയില്ലടാ. മാളുവിന്റെ ഫോട്ടോ നിന്നെ പറ്റി ഇവിടെ പലരും പറഞ്ഞു. നിന്നെ പറ്റി ഞാൻ തിരക്കി. എന്ത് തിരക്കി? നീ പല സ്ഥലത്ത് വീടി കൊണ്ടു നിർത്തണമെന്ന് ഞാൻ അറിഞ്ഞു. നീ അമ്മാതിരി പണി ഇവിടെ കാണിക്കരുത്. സിബിച്ചന്റെ വീട്ടിൽ നീ പ്രശ്നം ഉണ്ടാക്കി. സിബിച്ചന്റെ കാര്യം എന്നോട് മിണ്ടരുത്. ഈ സിബിച്ചന്റെ 4 വയസ്സുള്ള കൊച്ചിനെ മാമോദിസ മുക്കിച്ചപ്പോ ഞാനാണ് പോയി ഫോട്ടോ എടുത്തത്. അത് കൊടുക്കാൻ ഇച്ചിരി താമസിച്ചു പോയി. അതിനാണ് അയാൾ എന്നെ തല്ലിയത്. സിബിച്ചന്റെ മോന് 10-15 വയസ്സുണ്ടാവും. 10ാം ക്ലാസ്സിൽ പഠിക്കുക ഇപ്പം. അതല്ല ഞാൻ പറഞ്ഞത്, ഫോട്ടോ കൊടുക്കാൻ ഇച്ചിരി താമസിച്ചു പോയി സുഹൃത്തെ. അതാണ് ഞാൻ. നീ വേണ്ടതിനെ കാണിക്കോടാ. എന്ത് കാണിച്ച്? നീ ഫോട്ടോ എടുത്തില്ല. വിടത്തില്ല. എന്തോ മാമാ, മാമാ, എടാ എന്റെ അടുത്ത ചെറുക്കൻ രാജേന്ദ്ര. എവിടെ കൊച്ചിനെ സാധനം എന്തിനാ ഉറടിക്കാൻ രാജേന്ദ്ര? ഞാൻ ഒരു കാര്യം പറയേ, ഞാൻ ആ വിളമ്പുന്ന കാറ്ററിംഗ് പിള്ളേരില്ലടാ, അവന്മാരോട് പറ, അവന്മാരെ വേറെ വർക്ക് പിടിച്ച് കൊടുക്കലടാ. അവന്മാർ ഫുൾ അലമ്പടാ അവന്മാര്. ഞാൻ നോക്കിയപ്പോഴത്തേന് ഒരു വലിയ കലത്തിനകത്ത് അവന്മാര് കുറെ വെള്ളം ഒഴിച്ചിട്ട് ഉണ്ണിയപ്പം എല്ലാം കൊണ്ട് നേരത്തെ അതിനകത്ത് വെച്ചിരിക്കും. ദൈവമേ, ഗുലാബ് ജാമുൻ. പിന്നെ ആൾക്കാർ കഴിക്കാണല്ലോ. ആ വെള്ളത്തിൽ നിന്ന് പിരിഞ്ഞിട്ട് ആൾക്കാർക്ക് കൊടുത്തോണ്ടിരിക്കണടാ. ആര്? പെണ്ണിന്റെ അച്ഛൻ. ദൈവമേ, വന്നതും നിന്നതും പോയതും എല്ലാം മണ്ടമാരി. എടാ, ഇത് നീ സാധനം എടുത്ത് അവിടെ വെച്ചാ ഞാൻ ആ മൂലയ്ക്ക് ഇടുന്ന സാധനം ഞാൻ ആ ബെഞ്ചിന്റെ അടി വെച്ചിട്ടുണ്ട്. എനിക്ക് അടിക്കേണ്ട പോലെ പിന്നെ വേറൊരു കേസിന് വന്നാണ്. എന്താ കേസ്? നീ ഇപ്പൊ ഇവനോട്ട് എന്ത് വിഷയം? അറിയത്തില്ലേ? പെശകനാ. ഹലോ പെശക, ഞാൻ ചിദംബരം കേട്ടോ. ഞങ്ങൾ തമ്മിൽ വേറെ ഒരു അടയെടുത്ത് വെച്ചിരിക്കണം. അയ്യോ, എന്തുവാടാ? അവന്റെ പേരല്ല പെശകൻ. പിന്നെ അവൻ മഷളനാണെന്ന് പറയാ. എന്തരാ ഇവിടുത്തെ തലയ്ക്ക് മൂത്ത ആളാണോ? അങ്ങനെ പല നാറികളും പറയുന്നുണ്ട്. എനിക്ക് തലയ്ക്കൊന്നും പക്ഷെ 2 അടിക്കുമ്പോൾ ഇത്തിരി ഓളവാ കാര്യം. വേറെ വിഷയം ഞാൻ അതല്ല പറഞ്ഞത്. ഇവിടുത്തെ തലമൂത്ത ആളല്ലേ? അതെ, ഞാൻ ചെറുക്കന്റെ കുടുംബത്തിലെ ഞാൻ ഏറ്റവും മൂത്ത കാരണവര് ഞാനാണ്. എന്നാ കാരണവരെ, ഞാൻ പറയുന്ന ഒരു കാര്യം സമാധാനമായിട്ട് നിങ്ങൾ കേക്ക്. ഞാൻ പറയുന്ന ഒരു കാര്യം നീ കേൾക്കൂ. എന്നാ? എനിക്ക് ഇയർ ബാലൻസ് പ്രശ്നമുണ്ട്. അപ്പൊ എന്റെ കണ്ണിന്റെ മുമ്പിട്ട് ഈ കൈ കറക്കുക അതൊന്നും നിർത്താമോ? പിന്നെ നീ പറയുന്നത് എന്ത് വേണം? ശരി, എന്നാ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഈ നിൽക്കുന്ന മനുഷ്യൻ എന്നെ ഇവിടെ ഇട്ട് തല്ലി, അത് ശരിയാണോ തെറ്റാണോ? മാമൻ പറ. ചേട്ടാ, ഇത് വന്ന് കയറിയപ്പോഴേ ടാസ്ക് ആണല്ലേ ഇത്?
ഈ ഗെയിം ഷോ നടക്കുന്ന പരിപാടിക്കാ വിളിക്കുന്നെന്ന് പറയണം. ഞാൻ കല്യാണത്തിന് വന്ന ഇത് ഗെയിം ഷോ അല്ല, മാമ എത്ര പ്രാവശ്യം പറയേണ്ടി വരും ഇത്? അല്ല കുഴപ്പമില്ല, ഞാൻ പിടിച്ചോളാം. എന്താണെന്നറിയാമോ, ഇവന്റെ കറക്റ്റ് ടോൺ നമുക്ക് കിട്ടത്തില്ല, ശബ്ദം. നമ്മൾ കോട്ടയം സീറോ അങ്ങനെ ഒന്നും അല്ല, മിമിക്രി അല്ല. എന്തായാലും പഴയ ഒരു മിമിക്രി കൊണ്ട് ഒന്ന് ട്രൈ ചെയ്തോ. പറഞ്ഞോട്. ഈ നിൽക്കുന്ന ഈ മനുഷ്യൻ എന്നെ വിട്ടിട്ട് തല്ലി, ശരിയാണോ? നിന്റെ ശബ്ദം കറക്റ്റ് ആണോ? പറ. അതല്ലേടാ ഇപ്പൊ പറഞ്ഞ നീ കറക്റ്റ് ആണോ ഇല്ലെന്ന് പറയുന്നത്. അങ്ങനെ പറയാനല്ല പറഞ്ഞത്. ഈ നിൽക്കുന്ന മനുഷ്യൻ എന്നെ ഇവിടെ ഇട്ട് തല്ലി തല്ലി തല്ലി, അത് ശരിയാണോന്ന് മാമൻ ഇപ്പൊ പറ. ഈ ചെറുക്കൻ ഈ സമ്മാനം തരത്തിലെ കേട്ടാ, ഇവൻ ഡയലോഗ് കൂട്ടി കൊണ്ടുവരെ എന്നെ തെറ്റിക്കാൻ. മാമ പറ. ഈ നിൽക്കുന്ന മനുഷ്യൻ എന്നെ വിട്ടിട്ട് തല്ലി തല്ലി തല്ലി, നിന്റെ ശബ്ദം കറക്റ്റ് ആണോ? എനിക്കൊന്നും പറയില്ല, എനിക്ക് ഒരു കംപ്ലൈന്റ് ഇല്ല. എടാ ഇവരെന്തോടാ ഈ പറയുന്നത് ഇത്? ഇവനെ മാമൻ മനസ്സിലായില്ലേ? ഇവൻ നമ്മുടെ മാളുവിന്റെ ഫോട്ടോ എടുത്തു. എടാ അവിടെ ഒരു ലുലു മാളിൽ ചെന്ന് 150 പേര് ഫോട്ടോ എടുക്കണം. ഒരു മാളിന്റെ ഫോട്ടോ എടുത്തതിന് ഈ കല്യാണം ആ സാധനം ഓടിച്ച് അടിക്കാനുള്ള ഇവിടെ വന്നിട്ട് വിളിച്ചോളൂ. എത്ര അടിച്ചു? ഞാൻ 3 അടിച്ചോളൂ. മാമന് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? എന്ത് പറയുന്നത്? നമ്മുടെ മാളുവിന്റെ കൊച്ച്, എന്റെ ഭാര്യയുടെ അനിയത്തി, അവളെ പുറകൊടുത്തിരിക്കുന്നു. എന്താ മാമ? തള്ളവരത് കാലറാതി ചിദംബരം മാമനെ പറഞ്ഞ തലയ്ക്ക് വിളി കൊണ്ടടാ. എടാ തലയ്ക്ക് വിളി കൊണ്ടടാ. എന്താ കാര്യം? എടാ വല്ലയിടത്തുനിന്ന് വന്ന ഇറങ്ങനാണ് അവൻ. നിന്റെ ആവേശം ഇനി അവനെ തല്ലി. എടാ ഇയാ തല്ലും പിടി ഒന്നും ഒരു പരിഹാരമല്ല, അറിയോ? നീ ഇപ്പൊ അവനെ തല്ലി അവന്റെ ആളിനെ അവനെ ഇറക്കും, നിന്നെ തല്ലും. ഞാൻ നോക്കിക്കൂ, ഞാനാണ് അവിടെ എനിക്ക് കിട്ടും, ബാക്കി പിള്ളേരാണ് അവന്മാർക്കും കിട്ടും. തല്ലി കിട്ടുന്നത് പോട്ടെ, നമുക്ക് കൊള്ളാം. പക്ഷേ ഈ വിവരം നമ്മുടെ അവിടെ ബന്ധുക്കൾ വന്നിരിക്കുന്നു. ഇതറിഞ്ഞ് വിഷയമായാൽ പെങ്കൊച്ചിലാണോ നടക്കത്? നമ്മുടെ കുടുംബത്തിലാണോ ചീത്തപ്പേര്? അത് തല്ലും പിടിയിലൂടെ ആൾക്കാരെ അറിയിക്കുമല്ലോ വേണ്ടത്. ഒതുക്കി തീർക്കുക. പിള്ളേരാണ്, അത് പക്വതയില്ലാത്ത പ്രായം. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഒതുക്കുക. അല്ല തല്ലും പിടിയാണോ? ശാന്ത സ്വഭാവം മാറ്റും മാമ. തല്ലും പിടി വെറുതെ ചെറുക്കനെ കയറി തല്ലുക. തല്ലും പിടി ഒന്നിനും ഒരു പരിഹാരമല്ല. സാമത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക കേട്ടോ. മീശ പിരിച്ച അറിയാലോ, പിരിപ്പിക്കരുത് കേട്ടോ. എടുത്തിയാട്ടോ ഒന്നിനും ഒരു പരിഹാരമല്ല. അവിടെ ഇല്ല, നീ വാടാ. ഞാൻ അവനെ പോലല്ലേ ഞാൻ. നീ വാ. അവൻ വല്ലതും ചെയ്തോ നിന്നെ ഞാൻ വരുന്നതിന് മുമ്പ്? ഇല്ല, ഷോൾഡറെ കയറി പിടിച്ചോളൂ. ഇങ്ങനെ കുത്തി പിടിച്ചെന്നെ എല്ലാ രോമം ഉണ്ടാകും നോക്ക്. പിന്നെ വീട്ടിൽ ചെന്ന് ഷട്ടൂരുമ്പോ 5 രോമം കുറവ്, പിന്നെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവരുത്. ഇപ്പൊ പറഞ്ഞ് തീർക്കും. അതാ കുഴപ്പമില്ല. വേറെ ഒന്നും ചെയ്തൊന്നുമില്ല. എന്താ പ്രശ്നം എന്നറിയാമോ? ഇവരൊക്കെ വെളിവും ബോധമില്ല. നമ്മള് സംസാരിച്ച് ക്ലിയർ ചെയ്യുന്ന പിള്ളേർക്ക് അറിഞ്ഞുകൂടാ, ബുദ്ധിയും വികാസവും ഇല്ല. അതുകൊണ്ടാണ് കാരണവന്മാർക്ക് ബുദ്ധിയും ഈ പിള്ളേർക്ക് ബുദ്ധിയും ദൈവം തമ്മിലാ കൊടുക്കുക. സമന്വയത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക കേട്ടോ. നിന്റെ വീട് എവിടെ? വീട് എവിടെ ചോദിക്കുമ്പോ ബാങ്കിന്റെ പേരാണ് പറയുന്നത്. ഊണ് കഴിയുമ്പോ ഊണ് കഴിയുമ്പോ ഞാൻ ഇവിടെ കോട്ടയത്ത് എവിടെ എന്റെ വീട്? കൊടയംപിടി. പിന്നെ കോട്ടയത്ത് മാത്രമേ കോടയംപിടി, ബാക്കി എല്ലായിടത്തും കൊടാട് കൂടെ വാടി. അതല്ല പറഞ്ഞത്, സ്ഥലപ്പേരാ പറഞ്ഞത്. കൊടയംപിടി അങ്ങനെ സ്ഥലം ഉണ്ടടാ. ഒരു സ്ഥലമുണ്ട്. അത് ശരി. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? നിന്റെ അച്ഛന്റെ പേരെന്താ? രാജു. അമ്മയുടെ പേര് രാധ എന്നാണ്. അതങ്ങനെ മനസ്സിലായി? അല്ല നിന്റെ മാമന്റെ പേര് പുട്ടാലു എന്നായിരിക്കും. ഞാൻ ഇതൊക്കെ വാങ്ങി അല്ല. പിന്നെ എടാ ഞാൻ ചോദിക്കട്ടെ, പിന്നെ അവനെ അടിക്കാ പിടിക്കുക വല്ലതും ചെയ്താ? അതാ ചോദിക്കണേ. ഇല്ല അത്രയല്ലേ ഉള്ളു, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്തെന്നറിയാമോ, അവന് എടുത്തിയാട്ട സ്വഭാവം ചെറുക്കൻ. കാരണം അവന്റെ ഭാര്യയുടെ അനിയത്തി കൊച്ചിനാണ് ഈ പറഞ്ഞ നീ ഫോട്ടോ ഏതാ. അപ്പൊ അങ്ങനെ വന്ന് ആ കൊച്ചിനൊരു പേരുദോഷം ഉണ്ടാക്കി നമ്മുടെ കുടുംബത്തിനൊരു നാണക്കേട് ഉണ്ടാക്കാനാണ്. എടാ ചൊറിയുന്ന ചൊറിയട്ടാ ഇത് മനുഷ്യൻ. കീറിയട്ടാ ചിദംബരം നമ്മുടെ കൊച്ചിനെ ഫോട്ടോ ഞാൻ നാളെ അടിച്ചിട്ടില്ല. അത് മാമൻ എന്തൊക്കെയാ പറഞ്ഞേ? എടുത്തിയാട്ടം ശരിയല്ലെന്ന്. എടുത്തിയാട്ടം ശരിയല്ല. ഒരു ചാട്ടത്തിന് ചാടി 100 ചാട്ടത്തിന് കയറാൻ പറ്റുമോ? അതില്ല. അപ്പൊ മാമനല്ലേ ചിന്തിച്ച് ചെയ്യേണ്ട ആൾ? മാമനല്ലേ? അത് ശരിയാ. സമാധാനത്തിൽ പറഞ്ഞെല്ലാം തീർക്കേണ്ട മാമനല്ലേ? അപ്പൊ എന്നെ കൂടെ മാമൻ ഇങ്ങനെ ചൂടുകയറ്റിയാലോ? ബിപിയുടെ ഗുളി അടിച്ചു രാവിലെ കണ്ടോ? അതിന്റെ കൂടെ ആ മാട്ടർ അമ്മൂടെ കയറ്റി മാമന്റെ പറഞ്ഞു. ഞാൻ ഇല്ലാതെ മാമൻ അടിക്കാൻ പറഞ്ഞു. ഇല്ല അതല്ല ചോര. അല്ല ഞാൻ എടുത്ത് ചാടുകൂടെ, ഞാൻ അതൊക്കെ എടുത്ത് ചാൻ. നീ അവിടെ പറയാ, നീ എടുത്തിയാട്ട മാമ സത്യം പറഞ്ഞ എന്റെ ചോര തിളക്കുന്നുണ്ട്. നീ ഒരു കാര്യം ചേച്ചി തേയിലയും പഞ്ചറായിട്ടോ ചോരച്ചായ കുട്ടി അവിടെ ക്ലിയർ ചെയ്യാം. സമാധാനം ക്ലിയർ ചെയ്യാം. അതിനല്ലെന്ന് വാ, നല്ലെന്ന് വരാനി ഇങ്ങോട്ട് വന്നു. അബദ്ധം പറ്റിയാടാ വാടാ. എന്തെന്നറിയാമോ, എടുത്ത് ചാട്ടം
എന്റെ ഭാര്യ വസുമതി എപ്പോഴും പറയും എടുത്തിയാട്ടം. ഞാൻ കിണറിന്റെ പക്കൽ നിൽക്കാൻ അവള് സമ്മതിക്കത്തില്ല. എടുത്തിയാട്ടം അങ്ങനെ സ്വഭാവം എന്റെ. അപ്പൊ ഞാൻ പ്രായം എടുത്തിയാട്ടത്തിൽ സംഭവിച്ചു പോയ കൊച്ചെ, പ്രായമായ ആൾക്കാരല്ലയോ, നിന്റെ അച്ഛന്റെ പ്രായമല്ലയോ, ക്ഷമിക്കേ. അല്ല അതിന്റെ ഞാൻ സംഭവിച്ചാ ഇപ്പൊ നിന്റെ വീട്ടിൽ ഇതുപോലെ ചടങ്ങ് നടക്കുന്നു. നിന്റെ വീട്ടിൽ വന്ന് ഞാനിപ്പം എന്തായാലും ഈ പെണ്ണുങ്ങളെ നോക്കി ആവശ്യമില്ലാത്തോടെ നീ എന്തോ ചെയ്യും? ചെവിക്കലടിച്ച് പൊളിക്കും. മീശ പിരിക്കാൻ സമ്മതിക്കില്ല. ചിന്തിച്ച് ചെയ്യുമ്പോ നമ്മളങ്ങനെ തല്ലാനുള്ള ആൾക്കാരാണോ? പറഞ്ഞ് മനസ്സിലാക്കണ്ടല്ലേ? പല നാട്ടിൽ നിന്നും വന്നിട്ടില്ലേടാ. വേണ്ട വേണ്ട, ഇല്ല ഞാൻ പറയാം കേട്ടോ, ഞാൻ ക്ലിയർ ചെയ്യാം. സാധനം വേണോ? ഇത് അടിച്ചോട്ട് ഇങ്ങനെ നിങ്ങളെ കാണിച്ചത് മോശം പരിപാടിയാണ്. നിങ്ങൾ കാണിച്ചത് അബദ്ധം പറ്റിയാടാ കൊച്ചെ കേട്ടോ. എന്റെ ക്യാമറ പൊട്ടിപ്പോയി. ഇതെന്റെ അന്നമാണ്. അന്നം ഇതിൽ നിന്ന് കിട്ടുന്ന നോട്ട് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. നോട്ട് കൊണ്ട് ദൈവമേ, ക്യാമറക്കകത്ത് വെച്ച് കള്ളനോട്ടടി. അയ്യോ, ഞാൻ അതല്ല പറഞ്ഞത്. ഇതിൽ നിന്ന് കിട്ടുന്ന ഫോട്ടോ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നാലേ നിങ്ങൾ എനിക്ക് കാശ് തരുവുള്ളൂ. കാശ് തന്നില്ലെങ്കിൽ തരണമല്ലോ. അതെന്ത് വാശി? അതെന്തൊരു വാശി? ഞാൻ പിടിച്ചിട്ടില്ല. കീറേത്തരപ്പെടുത്തു. നീ പറ, എന്തോടാ നിനക്ക് പറ, എന്തോ കാര്യം? ഇതിനകത്തുണ്ട് മാളുന്റെ ഫോട്ടോ ഇതിനകത്തുണ്ട്. ഉണ്ടോ? ഇല്ല. ഇങ്ങോട്ടാ നോക്കണ. ഒണ്ടേ അറിയണ്ടേ? നോക്ക് മാമ. ഇതിലെങ്ങും ഇല്ലടാ. നീ ഞാൻ പറഞ്ഞില്ലേ മാമ, അതിനകത്ത് ഫിലിം ചോദിച്ചു മാമ. ഫിലിം അയ്യോ, ഫിലിം ഇല്ല. അത് ശരി. ഫിലിമില്ലാത്ത ക്യാമറ കൊണ്ടുവന്ന് എന്റെ മരുമോനെ ഓസിന് കാശ് കൊണ്ടുപോയി. ഞാൻ അതല്ല മാമ പറഞ്ഞത്. ഫിലിമിന്റെ കാലഘട്ടം കഴിഞ്ഞ് എന്റെ കാലിന്ന് വെട്ടുന്ന കാലഘട്ടം. അപ്പോഴാണ് അവന്റെ കാലഘട്ടം കൊണ്ടുപോയി. അയ്യോ, ഞാൻ പറയുന്നത് കേക്ക്. ഫിലിം നിർത്തി. ഇതൊക്കെ ഈ കള്ളത്തരം പറഞ്ഞ് രക്ഷപ്പെടുന്നത്. എന്റെ മൂത്ത മോനും അവന്റെ ഭാര്യ കൊണ്ട് ഇന്നലെ ഒരിടത്ത് പോയി. എവിടെ പോണെന്ന് ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞു ഫിലിം കാണാൻ പോകുന്നു. അപ്പൊ ഫിലിം നിർത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. ദൈവമേ, തല്ലാൻ ഓരോ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ടോ? ഓണേ പോട്ടെന്ന് നിനക്ക് പറയാം. നീ പറയാൻ ഫോട്ടോ ഉണ്ട്. അത് നോക്ക്. ഫോൺ മേടിച്ചു. ഇല്ല, ഫോണില്ല. നീ ഫോണറ മര്യാദക്ക് നിന്റെ ഇറങ്ങി കൊടുക്കടാ. ഇങ്ങനെ അങ്ങ് പിരിച്ചാണ്ടല്ലോ. ഇത് തുറക്കട്ടാ. നിന്റെ പുഴുപ്പല്ലാണോ ഇതിനകത്ത് കാണിക്കുന്നത്? അത് ഫേസാപ്പാ. എന്ത് ഫേസറാപ്പാ? തുറന്നു. എത്ര രൂപടാ? 75,000. എന്താ കിട്ടുന്ന കാശ് കനത്തിന് വാങ്ങിച്ചത് വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ മൊബൈൽ മേടിച്ച് കാശ് കളയുന്നു. വീട്ടിൽ കൊണ്ട് അങ്ങനെയല്ല, ഞാൻ വീട്ടിൽ കൊടുക്കാറുണ്ട്. ഞാനിപ്പോ പുതിയൊരു വീട് വെക്കുവാണേ. അതിന്റെ അടിത്തറ പാകി, സിമന്റ് ഇറക്കി, മണലിറക്കി, ചരലിറക്കി. ഇനി കമ്പിയും കൂടെ ഇറക്കിയാൽ മതി. ഇനിയിപ്പോ എന്ത് സംപ്രായിട്ട് കപ്പി ഇറക്കണേ? എന്തിന് നീ ഇവനെ ഇന്ന് കീറിയിട്ടല്ലാതെ ചിദംബരം വിടത്തില്ല. ചിദംബരം ബീച്ച് നീ കൊറേ നേരമായേ. നിങ്ങൾ ആരെയാണ് തല്ലിയതെന്ന് നിങ്ങൾക്കൊരു ബോധം വേണം. എന്റെ ചേട്ടനോട് ഞാൻ വിളിച്ചു പറയും. എനിക്ക് ചോദിക്കാനും പറയാൻ ആളുണ്ട്. അയ്യോ, ചിദംബരം കൊടുത്തിട്ടുണ്ട്, കൊണ്ടിട്ടുണ്ട്. പോടാ, ഇത് വിഷയാവും. ആരാന്ന് വെച്ചാ പിന്നെ മാമ മുട്ടടിക്കുന്നുണ്ട്. ഏട്ടാ എവിടാ? പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. ഇവിടെ താണ്ട ഒരു പന്ന മാമൻ, ഒരു മാമനും അനിയനും കൂടെ എന്നെ തല്ലുന്നു. പെട്ടെന്ന് വരണം. ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം. ശരി, വാ. ടൂൾസ് എടുത്തോ. നിങ്ങൾക്ക് എന്റെ ചേട്ടനെ അറിയാത്തോണ്ടാണ്. അവന്റെ അമ്മ പ്രസവിച്ച മൂത്ത ചെറുക്കൻ. അതല്ല പറഞ്ഞത്. പിന്നെ എന്റെ ചേട്ടന്റെ പേര് കേട്ടാ നിങ്ങളെ മുട്ട് വിറയ്ക്കും. കോട്ടയം മാർട്ടിൻ. അപ്പൊ ഈ ഇത് കഴിഞ്ഞപ്പോൾ നീ അങ്ങോട്ട് പോകും. അപ്പം എന്ത് കോട്ടയം മാറ്റിയെന്ന് പറഞ്ഞു? കോട്ടയം പാടാ, അങ്ങോട്ട് പാടാ. കോട്ടയം മാറ്റിയതല്ല പറഞ്ഞത്, കോട്ടയം മാർട്ടിൻ. ഈ കോട്ടയം മാർട്ടിൻ ഒരു കൂട്ടുകാരുണ്ട്, കോട്ടയം ബാസ്റ്റിൻ. കോട്ടയം ബസ് സ്റ്റാൻഡോ? ഞാൻ അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവനെന്നെ മനസ്സിലായില്ലേ? കളിയാക്കല്ലേ. നീ വിളിയാ. എടോ, മോർച്ചറി തോമസിനെ കോട്ടയം ചന്തയിലിട്ട് വെട്ടി 4-5 പീസാക്കി. ഇതുവരെ ഒരു കേസ് പോലും ഇല്ല ചേട്ടന്റെ പേരിൽ കേട്ടോ. ഓരോ കള്ളക്കഥ.
അവസാന തടവ് അവന്റെ ഇടി കിട്ടുമെന്ന് അവൻ ഉറപ്പാണ്. അതെ 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 അവന്റെ അവസാന തടവ്. പിന്നെ ഇങ്ങനെ ഒരുത്ത ഉണ്ടാടാ മാമാ കോട്ടയം ചേട്ടാ വേഗം വാ ചേട്ടാ, വേഗം വാ. മാമാ കോട്ടയം മാർട്ടി. അയ്യോ ഉണ്ട്, അങ്ങനെ ഒരാളുണ്ട്. പോലെ മാമ ഞാൻ പറയട്ടെ, ഈ ആടുതോമയൊക്കെ ഇല്ല, ആടുതോമയുടെ കഥ അത് മാർട്ടിന്റെയാ. പോടാ അവിടുന്ന്. അത് ഭദ്രൻ സാറിന്റെ കഥാ തിരക്കഥാ സംഭാഷണം. അതല്ലെന്ന്, അതിനകത്ത് ആടുതോമയായിട്ട് അഭിനയിച്ചില്ലേ, ആ പുള്ളിയാണ് മാർട്ടിൻ. അത് മോഹൻലാൽ നിനക്ക് തലയ്ക്കത്ത് പോടാ. സത്യമായിട്ടല്ലെന്ന്, ഇത് അതല്ല പറഞ്ഞത്. ആ പുള്ളിയുടെ ആ ഗുണ്ടയില്ലേ, അതാണ് ഈ മാർട്ടിൻ. പോലീസ് സ്റ്റേഷനിൽ കയറി വേറെ വെട്ടിയിട്ടുണ്ട്. പിന്നെ എത്ര പേരുടെ ബേക്കറി ജംഗ്ഷൻ ഇട്ടിരുന്നെ കാല് വെട്ടി. പിന്നെ വേറെ കാര്യം അറിയോ, ഒറ്റയ്ക്ക് മതി 18 ആളെ അടിച്ചു നിൽക്കുവാൻ. ചേട്ടാ വേഗം വാടാ, നീ അവിടെ ടൂൾസ് എടുക്കണം. ഇവിടെ ഇന്ന് പറഞ്ഞ അവിടെ കേൾക്കും, ഫോൺ ചെയ്ത് പറയും ഇവിടെ. എന്തുവാ ഒരു പരുവത്തിന് അതെനിക്കറിയാം, അകന്നു മതി. എനിക്കറിയാം. പിന്നെ കൊച്ചേട്ടാ, ഓരോരോ എടുത്തിരിക്കും. ഇതാണ് ഈ വസുമതി പറയുന്നത്. ഞാൻ പറഞ്ഞ നേരത്തെ കിണറ്റിന്റെ പക്കത്ത് നിർത്തില്ല, എടുത്തിയാടും. ഓരോ എടുത്തിയാട്ടങ്ങൾ കാണിക്കണേ. പിന്നെ നിന്റെ പേരെന്തുവാടാ കൊച്ചേ? ടോണി. ആ ആണി, ഞാൻ പറഞ്ഞു വരുന്നത് ടോണി. ഞാൻ പറയുന്നത് നിന്റെ നാളെന്തുവാടാ? അവിട്ടം. നമ്മളെ മാളുവിന്റെ നാളെന്തുവാടാ? ചതയം. ചതയും നീയും ചതയും ഞാനും ചതയും. അവൻ വന്ന ഉറപ്പാ. അവിടെ നാളെന്തുവാ? ചതയം വന്ന ചതയം 3 4 14 7 കണ്ടച്ചന് മാറി ശാനിജോന് മാറി 7 9 ബുധൻ. ഉയ്യോ, ഇതുപോലെ ചേരുന്ന 2 നക്ഷത്രം ഞാൻ കണ്ടിട്ടില്ലേ. ഏടാ കൊച്ചെ, നീ അവരോട് ചെന്ന് കാര്യം പറ. എന്നിട്ട് വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിച്ച് കല്യാണം കഴിഞ്ഞ് വന്ന് കല്യാണം കൊണ്ട് പോടാ നിന്റെ ഗംഗെ. ഹലോ, എവിടെ പോണ്? അല്ലല്ല, ഞാൻ സംസാരിക്കാം. നീ വിട്ടോ. നമ്മൾ ഈ കേസ് വിട്ടു കേട്ടോ. നമ്മൾ ഈ കേസ് വിട്ടേ അവിടെ. മരുമോനെ വിട്ടാലും നിങ്ങളെ വിടുകയല്ല. ചേട്ടൻ വരട്ടെ, മുട്ടുകാല് വെട്ടും. ആ സ്വന്തം തത്തയുടെ പ്രായമുള്ള ഒരുത്തനെ ആളിനെ പിടിച്ചു വെച്ച് തല്ലിക്കുന്നതാ നാണമില്ലാത്ത. അവസാനത്തെ ഒരു അടവെന്ന രീതിയിൽ മാമൻ ഒരു പയറ്റം കൊണ്ട് പയറ്റിക്ക്. ഏത് ഒരടവെടുത്ത് എന്റെ കളരി എടുത്താല ഞാൻ അങ്ങോട്ട് തുടങ്ങി വെക്കാം. ഓ കിച്ചിക്കോ. ഓക്കെ അല്ലേ? കളരി പിടി, ഞാൻ പിടിക്കാല്ല. പിന്നെ അവന്റെ വേടിപ്പീര് എന്റെ. മാമൻ ആരാ നിനക്കറിയാവാ? മാമൻ ആരാ നിനക്കറിയാവടാ? ഇല്ല. 18 കളരിക്ക് 17.5 അത്രേ ഉള്ളൂ. ഹൈവേയുടെ വികസനം വന്നപ്പോ അരസന്റെ അവര് കൊണ്ടുപോടാ. 18 കളരിയാണ് ഞങ്ങളെ മാമൻ. ആ മാമന്റെ നിന്റെ കളി ആരും ഓക്കെ അല്ലേ? തീർന്നില്ല, മുണ്ടെത്തൂലടാ. നീ പറ. ഞാൻ പറഞ്ഞു കേട്ടാ. ഇവിടെ വരെ ഉള്ളൂ. നീ പറഞ്ഞ 18 കളരിക്ക് ഇത് എത്തത്തില്ല. ഈ പുല്ല് ഞാൻ ഇത് പുതിയ മുണ്ടും പിന്നെ നീളമില്ലാത്ത മാമ നീ പറഞ്ഞു പിടി. ഞാൻ ഇത് മാമൻ അറിയത്തില്ല. കരാട്ടെ, കുംഫു 18 കളരിക്ക്. അത് വേണ്ട, ഞാൻ പിടിക്കാം. 18 കളരിയാണ്. മാറിക്കോ. വേണ്ട മാമ, മാമ വേണ്ട. താനെന്നെ തന്നാനെ താനേ തന്നെ താനെന്നെ തന്നാനേ തന്നെ കത്തിയിരിക്കണ്ടാവൻ. ഏട്ടൻ വരുന്നതിന് മുമ്പേ കീറു ഇവൻ. നമ്മൾ എന്തോ ചെയ്യാം? അവനും കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ എങ്ങനെ? കൊച്ചേ വിളിക്കണ്ട. ഞാൻ അവസാനമായിട്ട് പറയുന്നത്, കയ്യാങ്കളി ഒന്നിന്റെ പ്രശ്നമല്ല. നമ്മൾ ഈ കേസ് വിട്ട് നീ അവനെ പിടിച്ച് വരട്ടെന്ന് പറ. ഒറ്റ മിനിറ്റ്. ചേട്ടാ എവിടെ ചേട്ടാ? ആർച്ച് വെൽക്കം ആർച്ച് കേറിപ്പോര്. പിരിക്കും മാമ. പൊട്ടെന്ന് പറഞ്ഞപ്പം എന്താ മാമനെ പരീക്ഷിക്കുന്ന? ഇതൊന്നും കാണാൻ വയ്യേ. മാമ ഇത് എവിടെന്നാ തുടങ്ങിയെന്നറിയാവോ? അതാ ഈ മൂക്കിന്റെ അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് തുടങ്ങി. എന്ത് കുഴപ്പം? ഈ പ്രശ്നം എവിടെന്നാ തുടങ്ങിയെന്നറിയാവോ? അത് പറഞ്ഞ് അവൻ അനുനയിപ്പിച്ചിട്ട് കാര്യമില്ല. അവൻ ആളെ വിളിക്കും. ഇനിയിപ്പോ ഒറ്റ ഐഡിയ ഉള്ളു. അവൻ മരുന്നതിന് മുമ്പ് എന്താ മീശ പിടിക്കാൻ പോവാ? മീശ പിടിക്കാൻ പോവല്ലത്. പിന്നെ ഈ മീശ ഒന്ന് താത്തു വെക്കാൻ പോവാണ്.